ഋഷി ഗോപിക, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വേദനയുണ്ട്, അത്രേ ഉള്ളൂ. ഋഷിക്ക് ബോധം വീഴാത്തതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിഷമം. ഇപ്പൊ എനിക്ക് ആ കാര്യത്തില് സമാധാനമായി. എനിക്കും ബോധം വീണിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇന്നലെയാ ഞാനും സംസാരിച്ചു തുടങ്ങിയത്. ഋഷിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? വേദനയുണ്ട്, സാരമില്ല. എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇതെവിടെയാ? ഇത് മേഘമലയിലെ സ്വാമിയച്ഛനില്ലേ, സ്വാമിയച്ഛന്റെ ആയുർവേദിക് സെന്ററാ. ആദ്യം സിറ്റിയിലെ ഹോസ്പിറ്റലിലായിരുന്നു നമ്മള്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഋഷിക്ക് ബോധം വീണോ? എടാ മോനെ, ചെറിയച്ഛ, നിനക്ക് എപ്പോഴാ ബോധം വീണേ? ഇപ്പൊ ബോധം വീണതേ ഉള്ളൂ. അത് ശരി. ഇവന് ബോധം വീണപ്പോ നീ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ഇവന്റെ അടുത്ത് എത്തിയോ? ഞാൻ പോകുമ്പോ അനങ്ങാൻ വയ്യാതെ കിടന്നവളല്ലേ നീ? എനിക്കൊന്നും അറിയില്ല ചെറിയച്ഛ. ഋഷിക്ക് ബോധം വീണ് ഋഷി എന്നെ വിളിച്ചപ്പോ ഞാൻ അറിയാതെ ഋഷിയുടെ അടുത്തെത്തി. അഭിഷേക, അവന് നിങ്ങളെ ഒന്ന് വീഡിയോ കോളിൽ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. മുറിയിലേക്ക് എത്തിയിട്ട് വീഡിയോ കോളിൽ വരാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നതാ. എന്തായാലും ആ വിളിച്ച നല്ല സമയത്താ. ഞാൻ നിർത്തോടെ. അച്ഛാ. എടാ മോനെ, നീ വിളിച്ച സമയം കൊള്ളാം. ഋഷിക്ക് ബോധം വീണടാ. അവൻ സംസാരിക്കാൻ തുടങ്ങി. ആണോ? എന്നാ പെട്ടെന്ന് ഋഷിയേട്ടന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തേ, ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. ഇപ്പൊ കൊടുക്കാം. അബി, ഒടുവിൽ വിധിയെ പരാജയപ്പെടുത്തിയല്ലേ? അറിയില്ലടാ, ഒന്നും എനിക്കറിയില്ലടാ. ഇപ്പൊ ഒന്ന് കണ്ണു തുറന്നു, അത്രേ അറിയൂ. ഇനി എല്ലാം ഒന്ന് ഓർത്തെടുക്കണം. മരുമകൻ വീട്ടിലേക്ക് വന്നിട്ട് മരുമകൻ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളേ? ഒരു കോഴി ബിരിയാണി ആയാലോ? അത് മതി. കോഴി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അത് മതി. പെട്ടെന്ന് തുടങ്ങിക്കോ. ആളി എന്തുവാടാ ഇത്? ആളി ഇത് എന്തോ നോക്കിക്കോളാ. അതെ, പോയിട്ടൊരു ചില്ല് ബീർ വാങ്ങിട്ട് വാ, ഞാനൊന്ന് ഉള്ളു തണുപ്പിക്കട്ടെ. ഇതാ പറ്റിയ അവസരം. നീ അഭിഷേകിനെ വിളിച്ച് ഇവിടുത്തെ അവസ്ഥ അറിയിക്ക്. ഈ വീട്ടിൽ ആകെ പ്രശ്നമാണെന്നും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനും പറ. ചെല്ല് വേഗം. ഹലോ അഞ്ജു. അബിയേട്ടാ, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുവോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അഞ്ജു ഫോൺ വെച്ചോ, ഞാൻ വേണ്ടത് ചെയ്യാം. ഇന്ന് അവന്റെ അട്ടഹാസം ഞാൻ അവസാനിപ്പിക്കാം. ശരി, പെട്ടെന്ന് വേണേ.
മോളെ മോളി താലിയുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടത്? ഓർമ്മ കാണാതിരിക്കില്ലല്ലോ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ തന്നെ കെട്ടിയിരിക്കും. പിന്നെ ഈ തവണ താലി കെട്ടാൻ നേരത്ത് അന്നത്തെ പോലെ മുളക് പൊടിയൊന്നും വാരി കണ്ണി എറിഞ്ഞേക്കല്ലേ. നല്ല കുട്ടിയായിട്ട് എന്റെ ചക്കര ദേവൂട്ടിയായിട്ട് എന്റെ ഒപ്പം നിൽക്കണം. നോണം കെട്ടവനെ, നിർത്ത. കുറെ നേരം ഞാൻ സഹിക്കുന്നു. ഈ വീട്ടിലെ വലിയ ബഹളം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത്. കൊള്ളാലോ, പെട്ടെന്ന് ദേഷ്യം വന്നല്ലോ. നീ എന്തിനെങ്ങനെ ചൂടാവുന്നേ? കൂൾ കൂൾ ബേബി. നമുക്കിനി കല്യാണ വിഷയത്തിലേക്ക് വരാം. കല്യാണോ? ഞാനും താനും തമ്മിലുള്ള കല്യാണം നടക്കുന്നാണോ താൻ കരുതിയിരിക്കുന്നത്? തന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. താൻ ഒരിക്കലും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല.